ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 6:30 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അറിയില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ പറയണ്ടെന്നറിയില്ല. ഇനി ഞങ്ങള് വാലന്റൈൻസ് ഡേ ആയിട്ട് എങ്ങോട്ടോ പോവാണ്. എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ മെയിൻ റോഡിന്ന് ഏത് സൈഡിലോട്ടാണ് ഡയറക്ഷൻ പോകുന്നതനുസരിച്ച് അതിനനുസരിച്ച് തീരുമാനിക്കാൻ നിൽക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത്. ഓരോരോ കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഊഹങ്ങൾ കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നാണോ അല്ലയോ എനിക്കറിയാം. അപ്പോ വഴിയെ ഞങ്ങൾ അത് പറയാം, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്. പുതിയ ഡ്രസ് എന്റെ പുതിയ ഡ്രസ് സെറ്റല്ലേ? അപ്പൊ ഞങ്ങൾ ഇറങ്ങാണേ. പോയി വരാശാനെ. ഹലോ, അങ്ങനെ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായപ്പോ എനിക്ക് ഇപ്പൊ നമ്മൾ പ്രിയ പലടിയിൽ കയറാൻ പോയത്. എന്തുവാടേ, വണ്ടി ഒന്ന് ഓടിച്ച് സെറ്റായി വരുന്നത് അപ്പോഴേക്കും തുടങ്ങി ബൈസ്കൂള് കുറു വലിയ നേരം രണ്ടെണ്ണ ഒന്ന്. എത്തി ഞങ്ങൾ. സമയം 10 മണി. എന്താ മണി? ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഉറങ്ങിയില്ല. അപ്പത്തേക്ക് ഞാൻ എണീച്ചു. ഏട്ടന്റെ ഫോൺ ഒരു 100 വട്ടം വിളിച്ചു, റിങ് അടിച്ചുകൊണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടോ ഈ ശ്രമിച്ചിട്ടേ ഉള്ളത്. എറണാകുളം ഭാഗത്തോട്ടാണ് ഇപ്പൊ പോകുന്നത് മനസ്സിലായി. മൂന്നാറല്ല, മൂന്നാറ് തിരിയാനുള്ള സ്ഥലം കഴിഞ്ഞു. പിന്നെ മൂന്നാർ ഓൾറെഡി പോയില്ല. ആതിരപ്പള്ളി അല്ല, അതും കഴിഞ്ഞു. വയനാട് അല്ല എന്നുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ കൺഫേം ചെയ്തു. ഊട്ടിയല്ല, അങ്ങനെ എറണാകുളം എത്തി. എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്കുള്ള ബോർഡ് ഞാൻ അവിടെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞു. ഇല്ല, ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴയുടെ ബോർഡ് കുറെ നേരമായി ഞാൻ കാണുന്നു. ആലപ്പുഴ ബോർഡ് വെച്ചിടത്തേക്ക് മാത്രമാണ് ഈ വണ്ടി തിരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ പോവാ. തിരുവനന്തപുരത്തേക്കൊന്നും എന്തായാലും പത്തനംതിട്ട ഒക്കെ പോവാലോ. അങ്ങനെ പോയാ പറക്കാണ്. ഇടുക്കിക്ക് നമുക്ക് ആലപ്പുഴ തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം കുറച്ചേരം. അപ്പൊ ഞങ്ങള് ഇപ്പൊ നേരത്തെ ഒരാള് പറഞ്ഞല്ലോ, ആലപ്പുഴയാണ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ വീണ്ടും ആള് ഇരിക്കണുണ്ടോ, അന്തം വിട്ട് കുന്തം വിട്ട് നിൽക്കണേ. എന്താ കുട്ടൂസ എനിക്ക് മനസ്സിലാവണില്ല എവിടേക്ക് പോകുന്നത്. 62 ഒരു മണിക്കൂറേ ഉള്ളൂ. എനിക്കൊരു ക്ലൂ ഒറ്റ പിടി പിടിച്ച 1 കിലോമീറ്ററും വേണ്ട. 62 കിലോമീറ്റർ ഇത് ഹൈവേ അല്ലേ? അപ്പൊ ആകണ്ടോ ആ മുഖം നോക്കൂ, അന്തം വിട്ടിരിക്കുന്ന മണ്ടൂസ്. സാരല്ല, കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ പൊന്നോ. ജസ്റ്റ് വെയിറ്റ്, ഒരു 1 ഹവറിനുള്ളിൽ എത്തുന്നത്. പാവം ഗ്യാസിന്റെ ഗുളിക വാങ്ങാൻ നിർത്തിയതാണ് ഞങ്ങൾ ഈ മെഡിക്കൽ ഷോപ്പില്. അതിലവിടെ ഇരുന്ന് വണ്ടിയിലിരുന്നിട്ട് ഫ്ലവറിന്റെ കട കണ്ടിട്ട് കണ്ടു വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. താങ്ക് യു വൈഫി. കിട്ടി മക്കളെ, ആദ്യം വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഞങ്ങള് റിസോർട്ടിൽ എത്തിയിട്ട് പോലും ഇല്ല, അപ്പളേക്കും പൊന്നു സെറ്റാക്കി. എന്നാലും ഇവിടെ ഇരുന്നിട്ട് എങ്ങനെ ആ ഫ്ലവർ കട കണ്ട്. അങ്ങനെ അറ്റ്ലാസ്റ്റ് എന്റെ ശരിയായി നടന്നത് ആലപ്പുഴയിലെത്തി. ആലപ്പുഴ പക്ഷെ പ്രോപ്പർ ആലപ്പുഴ അല്ല എന്നാണ് പറയപ്പെടുന്നത്. പ്രോപ്പർ ആലപ്പുഴയാണ്, ജില്ലയാണ്. സ്ഥലപ്പേര് പാനാവള്ളി. ഞാൻ കേട്ടിട്ടേ. പാനാവള്ളി സുമേഷ്
റിസോർട്ട് ഏകദേശം എത്താനായിട്ട്. ആലപ്പുഴ ഫുള്ള് ബ്ലോക്ക്. റോഡ് ഭയങ്കര കുലുക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാവും വീഡിയോ. ഓക്കെ, ഏതോ ഒരു കായലിന്റെ അടുത്തോട്ട് വന്ന് റോഡ് തീർന്നു. നേരെ കടലാണ് കാണുന്നത്. പോവോ കടലിലോട്ട്? നേരെ കടലാ ഫ്രണ്ടിൽ തന്നെ. ഇങ്ങോട്ടാ വഴി അറിയില്ല, പാർക്കുണ്ട്. ആളെ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ടാ ഓക്കെ സെറ്റ്. നമ്മളെ കൂട്ടാൻ വന്നൊരു ചേട്ടനാണ്, ചേട്ടൻ പേരൊന്നും അറിയില്ല. ഇങ്ങോട്ട് പാർക്ക് ചെയ്യാനാണ് ചേട്ടൻ പറഞ്ഞിട്ട്. എവിടെത്തി? നോട്ട് യെറ്റ് റീച്ച്ഡ്. ഇല്ല. വാ. രണ്ട് ശരിയാക്കി റിസോർട്ട് ഞാൻ പറഞ്ഞേ. ഫ്രണ്ടിലൊന്നും കായലിന്റെ ഇഷ്ടപ്പെട്ടാ? ഇതിന്റെ വ്യൂ കണ്ടിട്ടില്ലല്ലോ, തുറന്നു നോക്ക്. റൂമിന് നേരെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കായലിലോട്ട്. ബാക്ക് വാട്ടേഴ്സ്. തൊട്ടടുത്താണ് വല്ല. ഇഷ്ടപ്പെട്ടാണ് സ്ഥലം. നമ്മുടെ റിസോർട്ടിന്റെ പേര് ഗ്രാൻഡ് ആയൂർ ഐലൻഡ് റിസോർട്ട്, പാനാവള്ളി, ആലപ്പുഴ. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ളതാണ് റിസോർട്ടിന്റെ പേര്. ഇവിടെ എന്തൊക്കെയോ കുറെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, ബോട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ട് ഈവനിങ് ആവുമ്പോ. പെഡൽ ബോട്ട് ഉണ്ട്, പിന്നെ നമുക്ക് ഫിഷിംഗ് ഉണ്ട്. ഞങ്ങൾ വാലന്റൈൻസ് ഡേ പാക്കേജ് ആണ് എടുത്തത്. അപ്പൊ അതിൽ തന്നെ ഫിഷിംഗ് ഉണ്ട്. ഫിഷിംഗ് പിന്നെ നോർമൽ അതിലുള്ളതാണ്, പക്ഷെ ഇതിലൊരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ½ ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ അത് വൈകുന്നേരമാണ്. അപ്പൊ അതും എൻജോയ് ചെയ്യണല്ലോ പൊന്നു. പിന്നെ ഹാപ്പി അല്ലേ? സത്യം പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സിംഗിൾ ഹണിമൂൺ. അതെ, ഇത്രയും കാലം ഫാമിലിയുടെ കൂടെ ഹണിമൂൺ ഇതാണ് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. അതെ, എന്തായാലും പൊന്നു പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു ഏരിയ. പിന്നെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ. മൗണ്ടൻ എനിക്ക് ട്രക്കിങ് വേണ്ട അച്ചായി, കാടും വേണ്ട അച്ചായി എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം. പിന്നെ ഞാൻ സെർച്ച് ചെയ്തതിലിപ്പോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി. പിന്നെ അതേപോലെ നമുക്ക് എല്ലാ സൗകര്യവും, പിന്നെ ഒരു ഐലൻഡ് തന്നെ ഫീല് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ പുറത്ത് വണ്ടി അവിടെ കൊണ്ടുപോയി അപ്പുറത്തെ തുരുത്താണ്. അപ്പൊ അപ്പുറത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി അവിടെ നിന്ന് ബോട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അത് നല്ല എന്നൊന്നും ഇവൾക്ക് അറിയില്ല.
വണ്ടി നിർത്തിട്ടാ ഇതാണോ അച്ഛാ ഇതാണോ റിസോർട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മള് ബാക്കി ഇനി ഒരു 1:30 അവര് ഫുഡ് ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പൊ നല്ല നാടൻ ഫിഷ് കറി. ഞാൻ കഴിക്കൂല, പക്ഷെ ഞാൻ കഴിക്കുമല്ലോ. ഫുഡ് കഴിക്കാ. വെയില് ഭയങ്കര. പ്ലേറ്റ് വന്നു ഗായ്സ്. നല്ല വിശപ്പുണ്ട് താൻ. ഞാന് മീൻകറിയാണ്, ഒരു സാമ്പാർ. മീൻകറി അടിപൊളിയാണ്. നല്ല നാടൻ ഫുഡ്. ചിക്കൻ 65 എങ്ങനെയുണ്ട് സേമിയ പായസം? മീൻകറിയുടെ എരിവ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എങ്ങോട്ടാണ് പോകുന്നത്? ഭംഗി ആസ്വദിക്കുകയാണ്. ആ ഭാഗം കാണുന്നതാണ് വൈക്കം. ആക്ച്വലി കോട്ടയം വൈക്കം ഏരിയ. മമ്മൂക്കാൻ്റെ വീട് ഇതാ മരത്തിൻ്റെ വലിയ മരം കണ്ടില്ലേ അവിടെ, അതിൻ്റെ ബാക്കിലായി. അതെ, കൊള്ളാം. ഇത് വൈക്കത്തെ ഫേമസ് ഹോസ്പിറ്റലാണ് അവിടെ കാണുന്നത്. ഇങ്ങോട്ട് വൈക്കം, ഇങ്ങോട്ട് ആലപ്പുഴ. ഈ ഭാഗം അത് കോട്ടയം അല്ലേ? അതാണ് എറണാകുളം അല്ലേ? നമ്മളെ ചേട്ടനാണ്, ഒരു രക്ഷയില്ല. രണ്ടു പോലെ കിട്ടും സ്റ്റാർട്ട് ചെയ്യട്ടോ.
ആറില് കഴിഞ്ഞ അച്ചായി 10 തൊട്ടടുത്ത് ഉയ്യോ അതിനൊന്നും പോയിന്റ് കൂട്ടില്ല. വലിയ ഷോറൊക്കെ അതൊറ്റ വീണില്ലെങ്കിൽ വീഴല്ലേ. അതെങ്ങനെ വീണ? എടുത്തു വാ അച്ചാടി ചോദിക്കാം. അച്ചാടി ടെക്നിക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല, എനിക്ക് നോക്കി അറിയാം. എന്തത് ജസ്റ്റ് മിസ്. സാരില്ല. ഓക്കെ പോട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വീണില്ല. ഇത് ജയിക്കാണെങ്കിൽ ജയിച്ചു. അപ്പൊ എല്ലാ കളിയിലും ഞാൻ ജയിച്ചിട്ടാ. എല്ലാത്തിലും ഞാൻ എന്താണ് പിന്നെ കുട്ടാ അതൊരു മീനുണ്ടാ? ആ മീനായിരുന്നു മറ്റേ സാധനമായിരുന്നു. നീർക്കോലി അല്ല, നീർനായാറാണോ അത്? നീർനായ അല്ല, സോറി, നീർക്കാക്ക. അത് ആ സാധനമാണേ. ഓനാണ് നമ്മളെ ഒന്ന് പേടിപ്പിച്ചു. എന്താണ് ആ പാഠം പറയൂ. അതെ, കമന്റ് ബിലോ. എനിക്ക് ഓർമ്മല്ല, ഞാൻ കമന്റ് ചെയ്യില്ല. ഈവനിങ് ടീ ആൻഡ് ബ്ലാക്ക് ടീ. തോറ്റ് ക്ഷീണിച്ചിരിക്കുക. എല്ലാ കളിയും തോറ്റിട്ട് ഇനി അത് പറഞ്ഞോ? എല്ലാരും കണ്ടതാണ് തോറ്റത്. ഇനി അതങ്ങ് പറഞ്ഞോ, തള്ളി അങ്ങോട്ട് മറിച്ചോ. എന്നിപ്പോ ഈ തോണിയും മുഴുത്തിട്ടോ തള്ളിയിട്ട്. കഴിക്കാൻ പറഞ്ഞല്ലോ പഴംപൊരി. വാവ്, പിന്നല്ലാതെ വാവ്, നൈസ് പഴംപൊരി. കാണാൻ നല്ല ഭംഗിയുണ്ട്. തോറ്റോര് ആദ്യം ബ്ലാക്ക് ടീ കുടിച്ചോളൂ. തോറ്റോർക്ക് കുറച്ച് ക്ഷീണമാവാം, അശോകന് ക്ഷീണമാവാം. സംഭവം എന്തായാലും കലക്കിട്ടോ. ഭയങ്കര അറ്റ്മോസ്ഫിയർ. ഞങ്ങളിവിടെ അർമാദിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും ആലോചിക്കണില്ല അല്ലേ? ക്രിക്കറ്റ് കളിക്കുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കുന്നു. സത്യം. അതെ, അതെ. അതിന്റെ സ്ട്രെസ് ഒക്കെ ഒന്ന് പോയി കിട്ടി. ഒരു 2 മാസമൊക്കെ കൂടുമ്പല്ലേ ഒരു ഡേ ഒരു റിലീഫിന്. ഇതൊക്കെ കറക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. ഇത്രയും ഒരു ഐലൻഡില് ഇത്രയും സൗകര്യം കണ്ടോ? എന്ത് വ്യൂവാ. ഞങ്ങളുടെ ആ ഒരു ബോട്ട് ട്രിപ്പ് കണ്ടില്ലേ? അതൊരു സംഭവം തന്നെയല്ലേ. അശോകേട്ടന്റെ കൂടെ. അശോകേട്ടൻ പൊളിയാണ്, ഒരു രക്ഷയില്ല. മൂപ്പരെല്ലാം പറഞ്ഞു.
ഇപ്പൊ നമുക്ക് എവിടെ പോയാലും അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കിട്ടാറുണ്ട്. എന്തോ ഭാഗ്യം. നമുക്ക് രണ്ടുപേർക്ക് എപ്പോഴും അങ്ങനെ നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക. അപ്പൊ നമുക്ക് സംസാരിക്കാനും ഇതാണ്. ചായ കുടിക്കാനും. ഓ സൺസെറ്റ് കണ്ട് ചായ കുടിക്കാം. നോക്കിയേ. Enjoying our time. അപ്പൊ തലേ കുത്തി വാലന്റൈൻസ് ഡേ ആയിട്ട് ചന്ദ്രൻ ഇറങ്ങി. അതെ ചന്ദ്രനാട്ടോ വാലന്റൈൻ ചന്ദ്രൻ. നേരെ മുന്നിൽ കായൽ. പിന്നെന്താ ചന്ദ്രന്റെ നേരെ മുന്നിൽ വന്ന. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാം. ഡിന്നർ. എങ്ങനെ ഡിന്നർ ഡ്രസ് നല്ല പഴയ. അതെ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. നടക്ക്. ഞാൻ പിന്നെ ഉണ്ടല്ലോ. നടക്കൂ. അടിപൊളിയാക്കി. അതെ ഞാൻ സമ്മതിക്കണല്ലോ. ഒരു ഹഗ്ഗൊക്കെ ചെയ്യുന്നു. ഞാൻ കണ്ടില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഫസ്റ്റ് ഹണിമൂൺ. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ? സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലേ? കേക്കൊക്കെ മുറിച്ച് ഹാപ്പിയായി. ഷെയ്ക്കാണല്ലോ സ്റ്റാർട്ട്. ഹാഫ് ഹാഫ് ആണ്. പൊളി. Oh, great. Cream of chicken. ഞാൻ ഇതുവരെ കഴിച്ചത് ഏറ്റവും നല്ല കേതൽ ഫ്രൈ. അത്ര അടിപൊളിയോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചിട്ട് പറയാം. ഓ സൂപ്പർ. ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, സാലഡ്സ്, കേബേജ് ചിക്കൻ ഫ്രൈ. അടിപൊളിയാ? വെറുതെ പറയണല്ലോ കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് അടിപൊളിയാണ് പറഞ്ഞത്. ഗോപിയുള്ള മാസ്റ്റർ പീസ് ഓഫ് ഡിഷ്. പെട്ടുപോയത് കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. അയ്യോ ഗ്ലാസ് എടുക്കുക. അവിടെ നോട്ടെ. ഓ
ഹാപ്പി ഹണിമൂൺ ഗോബൂസ്. സർപ്രൈസ് ഉള്ളത് രാവിലെ വെൽക്കം വെൽക്കം മൈ ഡിയർ. നോക്ക്. എനിക്കിങ്ങനെ കെട്ടുള്ളത് ഇഷ്ടമാണോ ഗൂഗൂസേ? I love you. കണ്ടില്ലേ? Correct അല്ലേ? ഹാപ്പി വാലന്റൈൻസ് ഡേ ഗായ്സ്. സർപ്രൈസ് ഒന്നുമില്ല, നിർത്തി രാവിലെ എണീറ്റൊക്കെ തുടങ്ങിയ ഞാൻ മാത്രം ഒരു സാധനം ചെയ്യുന്നില്ല. എനിക്ക് വലിയ ബൊക്കെ തന്നില്ല നീ. ഞാൻ അതുകൊണ്ടല്ല എനിക്ക് ബൊക്കെ വാങ്ങി തരാത്ത. എന്താണ് അഭിപ്രായം? What do you feel right now? എന്താ ഇന്റെ സെലക്ഷനാ? എനിക്ക് വയ്യ അല്ലേ? താങ്ക് യു. അത് ഇഷ്ടപ്പെട്ടോ ബ്രേസ്ലെറ്റ്? ഇഷ്ടപ്പെട്ടു. നിന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇതുപോലത്തെ വേറെ, കെട്ടുള്ളതല്ലേ? ബ്ലാക്ക് ആ മണി മണി വരാൻ ബ്ലാക്ക് ഡ്രസ്സിലോട്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പൊ ഒരു വാലന്റൈൻസ് ഡേ നൈറ്റ് രാവിലെ എണീറ്റപ്പം മുതൽ എങ്ങോട്ടാ പോണെന്നറിയില്ല. ഫസ്റ്റ് സർപ്രൈസ് ആലപ്പുഴ എത്തി, രണ്ടാമത്തെ സർപ്രൈസ് ലേക്ക് വ്യൂ ഉള്ള ഓപ്പൺ ചെയ്യുന്ന റൂം, മൂന്നാമത്തെ സർപ്രൈസ്, നാലാമത്തെ സർപ്രൈസ് എന്തായിരുന്നു? കാൻഡിൽ ലൈറ്റ് ഡിന്നർ, അഞ്ചാമത്തെ സർപ്രൈസ് റൂം ഡെക്കോർ, കേക്ക് കട്ടിംഗ്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ പ്ലസ് കേക്ക് കട്ടിംഗ്. ആറാമത്തെ സർപ്രൈസ് റിംഗ്, പിന്നെ ബ്രേസ്ലെറ്റ്. എല്ലാം കൊണ്ട് തന്നെ കിളി പോയിരിക്കുകയാണ്, ഒന്നും പ്രത്യേകിച്ച് പറയാല്ല. പക്ഷെ ഒരു കാര്യം പറയാണ്ട്, ഈ റിസോർട്ടിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ താഴെ കൊടുക്കാം. ഫസ്റ്റ് ഈ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഇത് കാണുന്നവരെന്തായാലും സ്റ്റേ ചെയ്യണം. അതെ, ഒരു ദിവസം മസ്റ്റ് ട്രൈ. ആലപ്പുഴ എത്തണ്ട, എറണാകുളം കഴിഞ്ഞ് അതിന്റെ മിഡിലായിട്ടാ വരണത്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 26 കിലോമീറ്റർ, നമ്മുടെ പാനാവള്ളി എന്നൊക്കെ പറയും. അതെ, അടിപൊളി റിസോർട്ട്, അടിപൊളി സ്റ്റേ, അടിപൊളി സ്റ്റാഫ്സ്, അടിപൊളി ഫുഡ്, എല്ലാം അടിപൊളിയായിരുന്നു. പക്ക ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് പ്ലസ് നമുക്ക് വേണ്ട എല്ലാ സാധനവും സെറ്റ് ചെയ്തത്. ഞങ്ങളെടുത്ത് വാലന്റൈൻസ് ഡേ പാക്കേജ് ആയിരുന്നു. നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതിലെല്ലാം ഉണ്ട്, എല്ലാവരും സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇതിന്റെ കുറച്ചപ്പുറത്തൊക്കെ വലിയ റിസോർട്ട്സ് ഉണ്ട്. അവിടെ പോകുന്നതിനെക്കാട്ടും എത്രയോ നമ്മള് അധികം
അധികം പേരില്ലാത്തതുകൊണ്ട് അവർക്ക് നന്നായിട്ട് നമ്മളെ ഒരാളെ കാര്യം അവർക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു കാര്യം. പിന്നെ നമുക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ചെയ്തു തന്നു. പിന്നെ ഈവനിങ് ആ സമയത്തുള്ള ബോട്ട് റൈഡ് ഉണ്ട്. അപ്പൊ ആ ബോട്ട് റൈഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഫിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അടിപൊളി. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഭയങ്കര അടിപൊളി. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ എല്ലാ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒറ്റ വട്ടം ട്രൈ 100% ഗ്യാരണ്ടി ഞങ്ങൾക്ക് അത്രയും 100% ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. ഞങ്ങളെ മുഖത്ത് കാണാം, ഞങ്ങൾ ഈ ഫുൾ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നല്ല അടിപൊളി ഡെക്കോറൊക്കെ കണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് ഇറങ്ങുമ്പത്തേ വാലന്റൈൻസ് ഡേ എന്നാലും ഹാപ്പി വാലന്റൈൻസ്. എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആയിട്ട് കണ്ടാൽ എത്ര എല്ലാ ദിവസവും ഇങ്ങനെ സർപ്രൈസുകളും നല്ല നല്ല എല്ലാം ആയിട്ടുള്ള ദിവസങ്ങളാവട്ടെ. എല്ലാവർക്കും സന്തോഷം തരുന്ന ദിവസമാവട്ടെ. അപ്പൊ ബൈ.